നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി കോടതിയിൽ. തടവിലായതിനു ശേഷം 6 കിലോഗ്രാം കുറഞ്ഞെന്നും ആരോഗ്യം മോശമാണെന്നും പറഞ്ഞായിരുന്നു കെജ്രിവാൾ ജാമ്യം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. തന്റെ പെട്ടെന്നുള്ള ഭാരക്കുറവ് മാരകമായ രോഗത്തിന്റെ ലക്ഷണമാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം കെജ്രിവാൾ മാധ്യമങ്ങളോടായി പറഞ്ഞത്. ഇടക്കാല ജാമ്യം നീട്ടണമെന്ന് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. സാധാരണ ജാമ്യത്തിന് വേണ്ടി വിചാരണ കോടതിയിൽ സമീപിക്കാമെന്ന് പറഞ്ഞ സുപ്രീം കോടതി കെജ്രിവാളിന്റെ ഹർജി തള്ളിക്കളയുകയായിരുന്നു. തുടർന്ന് കെജ്രിവാൾ ഡൽഹിയിലെ റോസ് ഹൌസ് കോടതിയെ സമീപിക്കുകയായിരുന്നു. കേസിൽ ഡൽഹി കോടതി ജൂൺ 5-ന് വിധി പറയും. രോഗസാധ്യത തിരിച്ചറിയാൻ തനിക്ക് 7 ദിവസത്തെ വൈദ്യപരിശോധന ആവശ്യമാണെന്ന കെജ്രിവാളിന്റെ വാദത്തെ ഇഡി തള്ളിക്കളഞ്ഞു. അരവിന്ദ് കെജ്രിവാൾ 1 കിലോഗ്രാം ഭാരം കൂടിയിട്ടുണ്ടെന്നും ഇഡി വാദിച്ചു. വൈദ്യപരിശോധനയ്ക്ക് പകരം അദ്ദേഹം രാജ്യം മുഴുവൻ സഞ്ചരിക്കുകയാണെന്നും ഇഡി പറയുന്നു. സാധാരണ ജാമ്യം നേടുന്നതിനാണ് സുപ്രീം കോടതി കെജ്രിവാളിനോട് വിചാരണ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചതെന്നും നീട്ടി നൽകാനല്ലെന്നും ഇഡി കൂട്ടിച്ചേർത്തു. ഞായറാഴ്ച കീഴടങ്ങുമെന്ന് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ചൂണ്ടിക്കാട്ടി. കീഴടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം ഒരു അവസരമെടുക്കുകയാണോ? അദ്ദേഹം സ്വമേധയാ കീഴടങ്ങില്ല. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ജാമ്യം അവസാനിക്കുന്ന സുപ്രീം കോടതിയുടെ തീയതിയിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല, അദ്ദേഹം കോടതിയിൽ വ്യക്തമാക്കി. ജൂൺ 2-ന് കീഴടങ്ങണമെന്ന കോടതിയുടെ ഉത്തരവുണ്ടെന്നും മേത്ത പറയുന്നു. മാർച്ച് 21-നായിരുന്നു ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തത്. തീഹാർ ജയിലിൽ കഴിഞ്ഞിരുന്ന കെജ്രിവാളിന് മെയ് 7-നാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.